ഇന്നൊരു കുട്ടി ചൂണ്ടായിട്ട് ഇറങ്ങി കരിമീൻ വള്ളത്തിൽ കുറച്ചൊക്കെ പിടിക്കാമെന്നും കരുതി. ഞാൻ ഉദ്ദേശിച്ച കണക്കല്ലേ, ഇവിടെ ഇഷ്ടംപോലെ മീനൊക്കെ കിട്ടുന്നുണ്ട്. സാധാരണ ഇവിടെ വലുതായിട്ട് മീൻ കിട്ടുന്നതല്ല. ഇവിടെ ഇടണമെങ്കിൽ ചെറിയ സ്റ്റിക്ക് തന്നെ വേണം. അതുകൊണ്ട് എൻ്റെ പഴയ ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു, ഒടിഞ്ഞ് ചെറുതായത്. അത് സെറ്റ് ചെയ്ത് ഞാനിങ്ങ് പോരുന്നു. അവിടെ കാടും പടലൊക്കെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ സ്റ്റിക്ക് പോൾ റോഡ് വെച്ചൊന്നും അവിടെ ചൂണ്ടയിടാനൊന്നും പറ്റത്തില്ല. മുമ്പ് ഇവിടെ വലിയ പോൾ റോഡുമായിട്ട് വരുമ്പം എല്ലാം ചൂണ്ട ഏത് സമയം അങ്ങ് ഉടക്കുമായിരുന്നു. പിന്നെ അത് ഇളക്കാനേ സമയം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചെറുതുമായിട്ട് ഇങ്ങ് പോരുന്നത്. തീറ്റ ഇടുന്ന ഉടനെ തന്നെ മീൻ കിട്ടുന്നുണ്ട്. ഇവിടെ കരിമീൻ ചാകരയാണെന്ന് തോന്നുന്നു ഇന്നത്തെ ദിവസം. രാവിലെയും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മീൻ കിട്ടുമെന്ന് കരുതിയില്ല. മഴയുടെ ലക്ഷണവും ഒരുമാതിരി മന്ദാരം അടിച്ചൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോഴും മീൻ കിട്ടുമെന്ന് കരുതിയില്ലായിരുന്നു. എന്തായാലും വന്ന് ചൂണ്ടയിടാൻ തുടങ്ങിയ സമയത്ത് വെയിലൊക്കെ വന്ന് അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട്. ഇവിടെ മരങ്ങളൊക്കെ ചാഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തണലൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് മീൻ വന്ന് കൂടി നിൽക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ തന്നെ നോക്കാമെന്ന് കരുതി വന്നത്. ഇപ്പോൾ കൊഞ്ചിൻ്റെ സീസണാണ്. ഇഷ്ടംപോലെ പൊടിക്കൊഞ്ചുകൾ കിടപ്പുണ്ട്. ഈ പൊടിക്കൊഞ്ചുകൾ തിന്നാനായിട്ട് പാരപ്പൊടി വരും. അങ്ങനെ പാരപ്പൊടി വന്ന് കലവില കലവിലാന്ന് പറഞ്ഞ് സൗണ്ടൊക്കെ ഉണ്ടാക്കും. ഇതിൻ്റെ മേളിൽ കിടന്ന് അടിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി അങ്ങ് പോകും. അന്നേരം നമുക്ക് ഉള്ള മീൻ ആ സമയം അങ്ങ് ഓടും. പിന്നെ കുറച്ച് നേരം തീറ്റ ഇട്ടിട്ട് ഇരിക്കുമ്പോൾ കരിമീനൊക്കെ ഓടി വരും. മുമ്പ് ഈ സൈറ്റിൽ നിന്ന് ഇഷ്ടംപോലെ കാണാമ്പിനെ കിട്ടുമായിരുന്നു. ഇപ്പോൾ കാണാമ്പിനെ കിട്ടുന്നതൊന്നുമില്ല. അത്യാവശ്യം വലിപ്പമുള്ള കരിമീൻ വെള്ളത്തിൽ തന്നെ കിട്ടുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഈ ഒരു സൈസ് മീനാണ് കിട്ടുന്നത്. എന്തായാലും എനിക്ക് ഇന്ന് കിട്ടിയ മീനാണ് ഇതെല്ലാം. പിടയ്ക്കുന്ന പിടപ്പ് കണ്ടാ. ഈ കരിമീനെ കൂടുതൽ നേരം നൻവെള്ളത്തിൽ ഇട്ടേക്കാൻ പറ്റത്തില്ല. കാര്യം കരിമീൻ്റെ കളർ മാറി ഒരുമാതിരി വെള്ള കളറായി വരും. അതുകൊണ്ട് മീൻ പിടിച്ചിട്ട് ഞാൻ വലയിലിട്ട് കായലിലെ വെള്ളത്തിൽ തന്നെ അങ്ങ് ഇട്ടേക്കും. വരാൻ നേരം ഞാൻ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ ഇച്ചിരി വെള്ളത്തിലിട്ട് എന്നിട്ട് ഞാൻ പറക്കി എടുക്കത്തേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂട്ടിയേക്കണേ.